കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ PR അരവിന്ദാക്ഷന്റെയും CK ജിൽസിന്റെയും ജാമ്യാപേക്ഷ കലൂരിലെ പ്രത്യേക കോടതി ഇന്ന് പരിഗണിക്കും. ഇതുവരെയുള്ള അന്വേഷണത്തിൽ EDക്ക് തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നുമാണ് ഇരുവരുടെയും ആവശ്യം. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, EDയുടെ വാദഗതികൾ കോടതിക്ക് മുന്നിലുണ്ട് വളരെ കൃത്യമായി തന്നെ. ഒപ്പം ജാമ്യം നൽകണമെന്നുള്ള ആവശ്യവും മുന്നിലുണ്ട്. ഏത് തരത്തിലായിരുന്നു ഈ വാദങ്ങൾ, പരസ്പരമുള്ള വാദങ്ങൾ, ഒപ്പം മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDയുടെ അന്വേഷണം വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. നിലവിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ അല്ലെങ്കിൽ കോടതിയിലേക്ക് സമർപ്പിച്ചിരിക്കുന്ന വസ്തുതകൾ എന്ന് പറയുന്നത് പലതും ഞെട്ടിപ്പിക്കുന്നതാണ്. പലപ്പോഴും CPMനെ വളരെ നേരിട്ട് തന്നെയും ബാധിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നതായി അവർ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന രേഖകളിൽ ഉള്ളത് വ്യക്തമാക്കുന്നത്. CPM പ്രാദേശിക കമ്മിറ്റിക്ക്, ലോക്കൽ കമ്മിറ്റിക്ക് ബാങ്ക് അക്കൗണ്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൂടെ വലിയ രീതിയിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നതടക്കമാണ് വിശദീകരിക്കുന്നത്. അതിൻ്റെ കൃത്യമായ രീതിയിലുള്ളൊരു ചുമതല വഹിച്ചിരുന്നത് PR അരവിന്ദാക്ഷനാണ് എന്ന് കൃത്യമായിട്ട് തന്നെ ED അനുമാനിക്കുന്നു. ED അതിലേക്ക് എത്തപ്പെട്ടിട്ടും ചെയ്തിട്ടുണ്ട്. ഈ സമയത്താണ് ഈ രണ്ട് തവണയും ഈ ജാമ്യം പരിഗണിക്കുമ്പോൾ, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യം പരിഗണിക്കുമ്പോൾ അരവിന്ദാക്ഷൻ്റെയും അതോടൊപ്പം തന്നെ ജിൽസിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട വാദമുഖങ്ങളിൽ പെട്ടത് തങ്ങൾക്കെതിരെ തെളിവ് ലഭിച്ചിട്ടില്ല, തങ്ങളെ കൃത്യമായ തെളിവുകളില്ലാതെ ED ഇത് ഇപ്പോഴും കസ്റ്റഡിയിൽ തുടരുന്നു എന്ന കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണയെല്ലാം ED വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങളുടെ വസ്തുതകൾ ബോധിപ്പിച്ചിട്ടുണ്ട്. ഈ അക്കൗണ്ടുകളിലൂടെ 5ഓളം അക്കൗണ്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ അക്കൗണ്ടുകളിലൂടെ കൃത്യമായി കമ്മീഷൻ പണം കൈപ്പറ്റിയിട്ടുണ്ട്. അതും പലതും ഇടപാടുകൾ ആർക്കൊക്കെയാണ് എന്ന് വ്യക്തമാക്കാനായിട്ട് ഇപ്പോഴും പാർട്ടി നേതൃത്വം, ജില്ലാ നേതൃത്വം ഒന്നും തയ്യാറായിട്ടില്ല. അടിമുടി ദുരൂഹത ഈ അക്കൗണ്ടിൽ സംബന്ധിച്ച് നിലനിൽക്കുന്നു എന്ന വസ്തുതകൾ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ഈ കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്നതാണ് ED വലിയ രീതിയിൽ സംശയിക്കുന്നത്. പലരുടെയും ബനാമി അക്കൗണ്ടുകൾ, അത് ബനാമി ഇടപാടുകൾ ഇതെല്ലാം തന്നെ നടന്നിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം സൂത്രധാർ ഇവരൊക്കെ തന്നെയാണ് എന്നാണ് ED ഉയർത്തുന്ന വാദമുഖം. എന്തായാലും ഇന്ന് കോടതി ഇക്കാര്യത്തിൽ ഈ ജാമ്യാപേക്ഷയിലെല്ലാം തന്നെ തീരുമാനമെടുക്കും. കാരണം പറയുന്നതിനപ്പുറം കൂടുതൽ തെളിവുകളിലേക്ക് എത്താൻ EDക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ED പറയുമ്പോൾ അത് കോടതി കൂടി സമർത്ഥിക്കേണ്ടതുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും കോടതി മുന്നോട്ട് പോകുക. അതോടൊപ്പം തന്നെ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് ചില രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു. ED അതിനെ എതിർക്കുകയും ചെയ്തിരുന്നു. ഇന്നും ആ അപേക്ഷയും കൂടി ED എതിർക്കുന്നുണ്ട്. ആ അപേക്ഷയും കൂടി കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. രഞ്ജിത്ത്, ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്.